ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബോട്ടിൽ ഫാക്ടറി ടാസ്കിനിടയിൽ ഇന്ന് ജിസയിലും സാബുമാനുമായിട്ട് ഒരു വഴക്ക് നടന്നിരിക്കുകയാണ്. അതായത് സാബുമാൻ പറയുന്നത് ജിസയിൽ തൻ്റെ കയ്യിലുള്ള ബോട്ടിൽ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നത്. ജിസയിലിൻ്റെ കയ്യിൽ ആകെ 2 ബോട്ടിലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും ആ 2 ബോട്ടിൽ പോലും ജിസയിൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സാബുമാൻ കണ്ടുപിടിക്കുകയാണ്. ബിഗ് ബോസ് ഇവർക്ക് ഏകദേശം 10 മിനിറ്റാണ് ക്ലീൻ ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബോട്ടിൽ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ജിസേലിന് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു സമയം തന്നെയാണ്. കാരണം ഈ 2 ബോട്ടിലുകൾ ക്ലീൻ ചെയ്യാൻ ഇത്ര സമയം തന്നെ മതി. അതുകൊണ്ട് തന്നെ ജിസേൽ തൻ്റെ കയ്യിലുള്ള 2 ബോട്ടിലും ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സാബുമാൻ കണ്ടുപിടിക്കുകയാണ്. ശേഷം ഫാക്ടറി ഉടമകൾ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട സമയമായിരുന്നു. ഈ സമയം ജിസേൽ ആദ്യം തന്നെ ചെല്ലുന്നത് നെവിൻ്റെ അടുത്തേക്കാണ്. നെവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സാബുമാൻ ആ സമയം കൊണ്ട് നെവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നെവിനോട് പറയുകയാണ് ജിസയിലെ ബോട്ടിൽ ഒന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ സമയത്ത് നെവിൻ അത് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് നെവിൻ അതൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നെവിൻ ജിസേലിൻ്റെ ഈ 2 ബോട്ടിലുകളും റിജക്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ വാശിക്ക് നെവിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന 2-3 ബോട്ടിലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം നമ്മുടെ സാബുമാൻ്റെ ബോട്ടിലും അവിടെ ഉണ്ടായിരുന്നു. സാബുമാൻ്റെ ബോട്ടിലും ജിസേൽ എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം സാബുമാൻ ജിസേലിൻ്റെ പുറകെ പോയിട്ട് തൻ്റെ ബോട്ടിൽ തിരിച്ച് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് തിരിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ നൂറയും സാബുമാനും കൂടി ഒരു ബോട്ടിൽ ഒഴികെ ബാക്കിയെല്ലാം തിരിച്ച് വാങ്ങുന്നു. അപ്പോൾ ടോട്ടലി ജിസേലിൻ്റെ കയ്യിൽ ജിസേലിൻ്റെ ഓൾറെഡി ഉള്ള 2 ബോട്ടിലുകളും എക്സ്ട്രാ ആ ഒരു നെവിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന 1 ബോട്ടിലും അതും കൂടെ ചേർത്ത് 3 ബോട്ടിലുകളുമായിട്ട് നേരെ പിന്നെ ജിസേൽ ചെല്ലുന്നത് അനീഷിൻ്റെ അടുത്തേക്കാണ്. അനീഷിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് സാബുമാൻ നിവിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ അനീഷിനോടും പറയുന്നുണ്ട്. അനീഷേട്ട ക്ലീൻ ചെയ്തിട്ടില്ല, ജിസേൽ ബോട്ടിലുകൾ ഒന്നും തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അനീഷ് അവിടെ നിന്നും പറയുന്നുണ്ട് ജിസേൽ ബോട്ടിൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇവിടെ നിന്നും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. മാത്രമല്ല ജിസേൽ ബ്രഷ് കൊണ്ടാണ് ബോട്ടിൽ ക്ലീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും അനീഷ് ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അത് ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അത് കമ്പനി പ്രോഡക്റ്റ് അല്ലല്ലോ എന്നുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു, അല്ലാതെ സാബുമാൻ പറഞ്ഞതുകൊണ്ടല്ല റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ദേഷ്യത്തിൽ നെവിനും അനീഷും 2 ഫാക്ടറി ഉടമകളും തൻ്റെ ബോട്ടിൽ റിജക്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ദേഷ്യത്തിൽ നേരെ ജിസേൽ നെവിൻ്റെ ഫാക്ടറിയിലേക്ക് വീണ്ടും വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലുകൾ എല്ലാം തന്നെ നശിപ്പിക്കാനായിട്ട്. ആ സമയം അവിടെ സാബുമാൻ, അഭിലാഷ്, അക്ബർ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ജിസേലിനോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള ഒരു ബോട്ടിലെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ജിസേലിന് ഈ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബറൊക്കെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ജിസേൽ അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. എന്തായാലും 2 ബോട്ടിലുകൾ, അതായത് 2 ഫാക്ടറി ഉടമകളും തൻ്റെ ബോട്ടിൽ റിജക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ജിസേലിൻ്റെ ബോട്ടിലുകൾ എല്ലാം തന്നെ റിജക്റ്റ് ആയിരിക്കുകയാണ് 2 ഫാക്ടറി ഉടമകളിൽ നിന്നും. എന്തായാലും നൂറ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ജിസേൽ ഇന്ന് കളിച്ചിരിക്കുന്നത് വളരെയധികം അൺഫെയർ ആയ ഒരു ഗെയിം ആണ് എന്നത്. ജിസേൽ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് എന്നതാണ് ഞാൻ ആദ്യ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു സീസണിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നത്. കാരണം ഹിന്ദി ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റാണ്. ആ ഒരു കണ്ടസ്റ്റൻ്റ് മലയാള ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു നിലവാരം ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ജിസേൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ചീപ്പായ ഗെയിമാണ്. ഇന്ന് തന്നെ ഈ ഒരു ടാസ്ക് അതിമനോഹരമായിട്ട് ജിസേലിന് കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ ജിസേൽ വളരെയധികം രീതിയിൽ അൺഫെയർ ആയി തന്നെയാണ് ഇന്ന് കളിച്ചത്. എന്തായാലും ആ ഒരു ടാസ്ക് എന്തായാലും അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ടാസ്ക് ബിഗ് ബോസ് നിർത്തിവെച്ചിട്ടും ഉണ്ട്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കുളിച്ചിരുന്നതായിരിക്കും.